നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റി സംസാരിക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ് ഇത് പുരുഷന്മാരിൽ മാത്രം കാണുന്ന ഡിസോർഡർ ആണോ എന്നത്. അല്ല എന്നാണ് ഉത്തരം. സ്ത്രീകളിൽ പൊതുവെ നാർസിസം ഒളിഞ്ഞിരിക്കുന്ന രീതിയിലാണ് കാണപ്പെടാറുള്ളത്. അതിന് കവേർഡ് നാർസിസം എന്ന് പറയും. സ്ത്രീകൾ പുറമേ വളരെ വിനയമുള്ളവരും സ്നേഹസമ്പന്നരും മറ്റുള്ളവരെ സഹായിക്കാൻ മുൻകൈ എടുക്കുന്നവരുമായാണ് കാണപ്പെടുന്നത്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള അമിതമായ ആഗ്രഹം ഒളിഞ്ഞിരിപ്പുണ്ടാവും. NPD ഉള്ള സ്ത്രീകൾ മറ്റുള്ളവരെ നിയന്ത്രിക്കാനായി പ്രധാനമായും ഉപയോഗിക്കുന്ന ടെക്നിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. വിക്ടിം മെൻറ്റാലിറ്റി. എപ്പോഴും ഒരു ഇരയായി ഭാവിച്ച് അവരുടെ ജീവിതം എത്രമാത്രം കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന രീതി. പലരും അവരെ ദ്രോഹിച്ചതിനെപ്പറ്റിയും അവരുടെ അസുഖങ്ങളെപ്പറ്റിയുമാവും ഇവർ അധികവും സംസാരിക്കുക. എന്നാൽ നമ്മുടെ എന്തെങ്കിലും വിഷമങ്ങൾ അവരോട് ഷെയർ ചെയ്താൽ ഞാൻ അനുഭവിച്ചതിൻ്റെ പകുതിയില്ലല്ലോ ഇത് എന്ന് പറഞ്ഞ് നമ്മളുടെ ബുദ്ധിമുട്ടുകളെ മിനിമൈസ് ചെയ്യുന്നത് കാണാം. നിനക്ക് ഇത്രമാത്രം എന്ത് ബുദ്ധിമുട്ടുകളാണുള്ളത് എന്ന് ചോദിച്ചാൽ അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല, അതൊക്കെ കഴിഞ്ഞ കഥകളല്ലേ എന്നായിരിക്കും മറുപടി. ഇതിലൂടെ നിങ്ങളുടെ മനസ്സിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാനും നിങ്ങളുടെ ശ്രദ്ധയും സിമ്പതിയും നിലനിർത്താനുമാണ് അവർ ശ്രമിക്കുന്നത്. രണ്ടാമത്തേതാണ് ഗിൽറ്റ് ട്രിപ്പിംഗ്. NPD ഉള്ളവരുടെ കൂടെയുള്ളവർ അവരുടെ അഭിപ്രായങ്ങൾ മാനിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവർക്ക് വലിയ നീരസമുണ്ടാവും. ഞാൻ നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു, എത്രമാത്രം കഷ്ടപ്പെടുന്നു, എന്നിട്ടും നീ എന്നോട് ഇങ്ങനെ പെരുമാറിയില്ലേ എന്ന് പറയും. ദിവസങ്ങളോളം അവരോട് സംസാരിക്കാതിരിക്കുകയോ അവരെ അവഗണിക്കുകയോ ചെയ്യും. ഇങ്ങനെ സ്ഥിരമായി കേൾക്കുന്ന ഒരാളുടെ മനസ്സിൽ എപ്പോഴും കുറ്റബോധം തോന്നുകയും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള കോൺഫിഡൻസ് പോകെ പോകെ നഷ്ടപ്പെടുന്നതായും കാണപ്പെടുന്നു. NPD ഉള്ള വ്യക്തികൾ ടാർഗറ്റ് ചെയ്യുന്ന ആളുകളിൽ അപകർഷതാബോധം ഉണ്ടാക്കാൻ അവരുപയോഗിക്കുന്ന മറ്റൊരു തന്ത്രമാണ് ബാക്ക് ഹാൻഡഡ് കോംപ്ലിമെൻറ്റ്സ്. അതായത് പുറമേ അഭിനന്ദനമായി തോന്നുമെങ്കിലും ഉള്ളിൽ പരിഹാസം നിറഞ്ഞിരിക്കുന്ന കോംപ്ലിമെൻറ്റ്സ്. നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ കൊള്ളാം, പക്ഷേ അവൾക്കാണത് കുറച്ചുകൂടി ചേരുന്നത്. നീ വീട്ടിലിരുന്ന് വീട്ടിലെ കാര്യവും കുട്ടികളുടെ കാര്യവും ഒക്കെ നന്നായി നോക്കുന്നുണ്ട്, എന്നാലും നിനക്ക് പൈസയുടെ ടെൻഷനൊന്നും വേണ്ടല്ലോ. ഇത്തവണ നിൻ്റെ പ്രസൻറ്റേഷൻ സൂപ്പറായിരുന്നു, സാധാരണ പോലെ ഓവറാക്കിയില്ല കേട്ടോ. ഏറ്റവും അടുപ്പമുള്ള ഒരാളിൽ നിന്നും ഇതുപോലെയുള്ള ബാക്ക് ഹാൻഡഡ് കോംപ്ലിമെൻറ്റ്സ് സ്ഥിരമായി കേൾക്കുന്നത് ഒരാളുടെ സന്തോഷത്തെയും ആത്മവിശ്വാസത്തെയും തകർക്കുന്നതായി കാണാറുണ്ട്. ശബ്ദമുയർത്താതെ തന്നെ അവരുടെ വാക്കുകളിലൂടെ മറ്റുള്ളവരുടെ ആത്മവിശ്വാസത്തെ നശിപ്പിക്കാനും അവരെ കൺട്രോൾ ചെയ്യാനും കവേർഡ് നാർസിസ്റ്റുകളായ സ്ത്രീകൾക്ക് സാധിക്കാറുണ്ട്. ഇതൊരു സ്വഭാവ വൈകല്യമാണെന്ന് മനസ്സിലാക്കാതെ ഇതെല്ലാം സ്വന്തം കഴിവുകേട് കൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന കുറേ പേർ നമുക്കിടയിലുണ്ട് എന്നുള്ളത് വളരെ വിഷമിപ്പിക്കുന്നൊരു കാര്യമാണ്. NPD ഉള്ളവരെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകി അതിർവരമ്പുകൾ നിശ്ചയിച്ച് ധൈര്യമായി മുന്നോട്ട് പോവുക. ആവശ്യമെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ സഹായം തേടുക. ടേക്ക് കെയർ. താങ്ക് യു.